നമസ്കാരം, ഞാൻ ഡോക്ടർ അശ്വിനി. നമ്മൾ പലപ്പോഴും പേഷ്യൻസിനോട് പല്ല് ക്ലീൻ ചെയ്യാൻ പറയാറുണ്ട്. എന്നാൽ പലർക്കും പേടിയാണ് പല്ല് ക്ലീൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട് പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി. ചിലർ പറയുന്നത് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ പുളിപ്പ് വരും, അല്ലെങ്കിൽ ചിലർ പറയും പല്ല് രാഗിയാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ പല തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും പല്ല് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് നമ്മളൊരു ഹൈ സ്പീഡ് വൈബ്രേറ്റിംഗ് മെഷീൻ യൂസ് ചെയ്ത് പല്ല് മോണയും ചേരുന്ന ഭാഗത്തിന് മുകളിൽ, അതായത് പല്ല് നമ്മൾ കാണുന്ന ഭാഗം മാത്രമാണ് ഈ മെഷീൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. അത് പുറമെയുള്ള അഴുക്കും കറയും മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. അത് പല്ലിലാകുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെ നിങ്ങൾ ഡെന്റൽ ചെക്കപ്പ് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആവശ്യങ്ങളെല്ലാം ഈ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും ഡെന്റൽ പ്ലാക്ക് ഫോം ചെയ്യുകയും ചെയ്യും. നമ്മളത് ഡെയിലി ബ്രഷ് ചെയ്താലും ഇത് പോവില്ല. ഇത് പെട്ടെന്ന് തന്നെ ഫോം ചെയ്യും. ഇതിങ്ങനെ കുറേ നാൾ ഇരിക്കുമ്പോൾ അത് കട്ടിയായി മാറുകയും അതൊരു തിക്ക് വൈറ്റ് ഡെപ്പോസിറ്റ് പോലെ ഈ പല്ലിന് ചുറ്റും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അതിനെ നമ്മൾ ഡെന്റൽ കാൽക്കുലസ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നതിലൂടെ റിമൂവ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്യാതെ വന്നാൽ മോണരോഗം വരാനും, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിന് ചോര വരാനും, മോണ ഇറക്കം സംഭവിക്കാനും, പല്ലിനിടയിൽ സ്പേസ് വരാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് സിവിയർ ആവുകയും നമ്മുടെ പല്ല് എടുത്തു കളയേണ്ട അവസ്ഥ വരെ എത്തിയേക്കാം. അതുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള ഒരു ഡെന്റൽ ചെക്കപ്പ് നിങ്ങൾ ചെയ്യുകയും പല്ല് ക്ലീൻ ചെയ്യുകയും